കുഴപ്പമില്ല. എന്തെങ്കിലും അറിയണം എന്തെങ്കിലുമൊക്കെ. So children, today we will learn about different parts of teeth. Okay. Different part of a tooth. So single pallan endana parayunnathu tooth. Okay. So starting from the outer portion. നമ്മുടെ പല്ലൊക്കെ ഏത് കളറിലാണ്? വൈറ്റ് കളറിലാണ് കാണുന്നത് അല്ലേ? നമ്മുടെ മോണയുടെ മേളിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ആ ഭാഗത്തിന് എന്താ പറയാ? ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ടർ വിസിബിൾ പാർട്ട് ഓഫ് ടീത്ത്. നമ്മുടെ പല്ലെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഭാഗമില്ലേ, അതായത് നമ്മുടെ വെളിയില് പല്ലെന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ കാണുന്ന ഭാഗം, ആ ഭാഗത്തിനെയാണ് പല്ലിന്റെ വാട്ട് ഇറ്റ് ഈസ് കോൾഡ്? ക്രൗൺ. ഓക്കെ, നമ്മുടെ മോണേന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഭാഗം, അതായത് നിങ്ങളുടെ പല്ലെന്ന് പറയുന്ന ഭാഗത്തിനെയാണ് നിങ്ങളെ ക്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, then what comes next? Root, lower part of teeth held by gum. അതായത് നിങ്ങളുടെ പല്ല്, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടിയുടെ ഒക്കെ റൂട്ട് എന്ന് പറഞ്ഞാൽ വേരാണ് ചെടിയെ മണ്ണിനകത്ത് പിടിച്ചു നിർത്തുന്നത് അല്ലെ? സോ അതുപോലെ നിങ്ങളുടെ പല്ലിനെ നിങ്ങളുടെ മോണയായിട്ട് പിടിച്ചു നിർത്തുന്ന എന്താണ്? റൂട്ട് എന്ന് പറയുന്നത്. ഒരു ഞരമ്പുകളുണ്ട്, ഈ പല്ലിന്റെ അകത്തുള്ള ഞരമ്പുകളാണ് ചെടിയുടെ വേര് മണ്ണിനകത്ത് ചെടിയെ പിടിച്ചു നിർത്തുന്ന പോലെ നിങ്ങളുടെ പല്ലിനെ നിങ്ങളുടെ ഗമ്മുമായിട്ട് പിടിച്ചു നിർത്തുന്നത് ഏത് ഭാഗമാണ്? റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ പാർട്ട് ഓഫ് ദ ടീത്ത് ഹെൽഡ് ബൈ ഗം. ഗമ്മിലാണ് നമ്മുടെ ടൂത്ത് പിടിച്ചു നിർത്തുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ പല്ല് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കം വാട്ട്? ഇനാമൽ. നിങ്ങളുടെ പല്ല് എന്തുകൊണ്ടാണ് വെള്ള കളറിൽ കാണുന്നത്? ദാറ്റ് ഈസ് എ സബ്സ്റ്റൻസ് കോൾഡ് ഇനാമൽ. വാട്ട് ഇറ്റ് ഈസ് ഇനാമൽ? ദ വൈറ്റ് ഷൈനി പാർട്ട് ഓഫ് എ ടീത്ത്. നിങ്ങളുടെ പല്ലിന്റെ ക്രൗൺ ഭാഗത്ത് വെളിയിൽ കാണുന്ന പല്ലിന്റെ ഔട്ടർ കവറിങ് വൈറ്റ് കളറിൽ ഇരിക്കുന്ന ആ ഭാഗത്തിനെയാണ് നിങ്ങൾ ഇനാമൽ എന്ന് പറയുന്നത്. സോ ദ വൈറ്റ് ഷൈനി പാർട്ട് ഓഫ് ടീത്ത്, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദ ടീത്ത്. ഓക്കെ, നമ്മുടെ പല്ലിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള കവറിങ്ങിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ക്രൗൺ ഫ്രം ഓൾ ഡാമേജസ്. സോ ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി, ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ളതിനകത്ത് വെച്ചും ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ പല്ല് നിങ്ങൾക്ക് അറിയാം എത്ര സ്ട്രോങ് ആണല്ലേ? സോ അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടില്ല, അത് ഇറ്റ് ഈസ് വെരി ഹാർഡ്. സോ നിങ്ങളുടെ പല്ലിന്റെ വെളിയിലുള്ള ഔട്ടർ കവറിങ്, ദാറ്റ് വൈറ്റ് കളർ ഔട്ടർ കവറിങ്, ഇറ്റ് ഈസ് കോൾഡ് ഇനാമൽ. So it protects the crown from all damages and it is the hardest substance in the human body. Okay, so next what it is? Next we will see dentine. Dentine എന്ന് പറഞ്ഞാൽ എന്താണ്? Present below enamel and also hard. So നമ്മൾ ഈ കാണുന്ന പല്ലിനകത്ത് തന്നെ ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ടാണ് പല്ലിരിക്കുന്നത് അല്ലേ? So the outer covering, it is the ഔട്ടർ കവറിങ്. ഇനാമൽ എന്ന് പറയുന്നത് ഔട്ടർ കവറിങ്, വൈറ്റ് കളർ ഷൈനി പാർട്ട് ഓഫ് എ ടീത്ത്. അതിന്റെ തൊട്ട് താഴെ എന്താണ് ഇരിക്കുന്നത്? ഡെന്റൈൻ. ഡെന്റൈൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഇനാമലിന്റെ തൊട്ട് താഴെയുള്ളത്, അതാണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ടീത്ത്. പല്ലിനകത്തുള്ള ഏറ്റവും വലിയ പാർട്ടാണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ ആൻഡ് സപ്പോർട്ട്സ് ഇനാമൽ. നമ്മുടെ വെളിയിലുള്ള ഔട്ടർ കവറിങ് ഇനാമലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡെന്റൈൻ എന്ന് പറഞ്ഞ പാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെന്റൈൻ വിൽ ബി ലൈക്ക് യെല്ലോ ഇൻ കളർ. സോ യെല്ലോ കളർ ആദ്യം വരുന്നത് ഇനാമൽ, അതിന്റെ താഴെ വരുന്നത് ഡെന്റൈൻ. ഓക്കെ, സോ ഡെന്റൈൻ വിൽ ബി യെല്ലോ കളർ. സോ ഇനാമലിന് അതിന്റെ അടിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ഇനാമലിന് അല്ലെ? ഇനാമലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഡെന്റൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. ഇനാമൽ ഈസ് വൈറ്റ് ഇൻ കളർ, ഡെന്റൈൻ ഈസ് യെല്ലോ ഇൻ കളർ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനാമൽ കഴിഞ്ഞു, ഡെന്റൈൻ കഴിഞ്ഞു, അടുത്ത എന്താ വരിക? പൾപ്പ്. പൾപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ടീത്ത്. പല്ലിന്റെ ഏറ്റവും അകത്തുള്ള പോർഷനാണ്. ഔട്ടർ മോസ്റ്റ് പാർട്ട് ഏതാണ്? ഇനാമൽ. ഇന്നർ മോസ്റ്റ് പാർട്ട് ഏതാണ്? പൾപ്പ്. സോ പൾപ്പ് ഈസ് എ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ടീത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് വിച്ച് നറിഷസ് ദ ടീത്ത്. ഓക്കെ, സോ നമ്മുടെ പൾപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ പൾപ്പിനകത്താണ് നമ്മുടെ പല്ലിനകത്തുള്ള ഞരമ്പുകളും ബ്ലഡ് വെസലും ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് ഏതാണ്? പൾപ്പ് എന്ന് പറയുന്ന പോർഷൻ ആണ്.
സോ ഇറ്റ് കണ്ടെയ്ൻസ് നെർവ്സ്. പല്ലിന്റെ പൾപ്പ് ഭാഗത്താണ് പല്ലിനകത്ത് ഞരമ്പുകളും ബ്ലഡ് വെസലും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പല്ല് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബ്ലഡ് വരും അല്ലേ. സോ ആ ബ്ലഡ് വെസൽ എവിടെയാണ് വരുന്നത്? പൾപ്പ് ഭാഗത്താണ് ബ്ലഡ് വെസൽ വരുന്നത്. സോ അതിനകത്ത് നിന്നാണ് നമ്മുടെ പല്ലിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പോകുന്നത്. സോ അവർ ടീത്ത് ഈസ് നറിഷ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൾപ്പ് വിച്ച് കണ്ടെയ്ൻസ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഓക്കെ. Then what it is responsible for sending and receiving signals from brain. നമ്മുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ എല്ലാ ബോഡി പാർട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ. ബ്രെയിനിൽ നിന്നാണ് നമ്മൾ എല്ലാ ബോഡി പാർട്സ് ഫംഗ്ഷനിങ് ആയിട്ടുള്ള സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ബ്രെയിൻ ആണ് നമ്മുടെ എല്ലാ ബോഡി പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മുടെ പല്ലിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബ്രെയിൻ ആണ്. സോ പല്ലിന് എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള സിഗ്നൽസ് പൾപ്പിലുള്ള നെർവ്സ് വഴിയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പൾപ്പ് ഈസ് ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ടീത്ത് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നെർവ്സ്. ഒന്നോ ഒരു മിനിറ്റ്, ഒരു 5 മിനിറ്റ് ക്ലാസ് തീർത്തിട്ട് ഞാൻ വരാം കേട്ടോ. അവിടെ ഒന്ന് ഇരിക്കുക. ഓക്കെ. So pulp is the innermost part of teeth. It contains nerves and blood vessels which nourishes teeth. Okay, responsible for sending and receiving signals from brain. Okay, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് പല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൾപ്പിനകത്തുള്ള നെർവുകളും ബ്ലഡ് വെസലും ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. then what comes next? Cementum. Cementum എന്ന് പറഞ്ഞാൽ എന്താണ്? Substance which is holding the healthy teeth to the jawbone and gum. It is hard in nature. So നമ്മുടെ പല്ലിനെ ഞാൻ പറഞ്ഞു റൂട്ട് എന്ന് പറഞ്ഞു. റൂട്ട് പോലെ തന്നെ കാണുന്ന ഒരു പോർഷൻ ആണ് സിമെന്റം എന്ന് പറയുന്നത്. ഓക്കെ. സിമെന്റം വിച്ച് ഈസ് ഓൾസോ ഹെൽപ്പിംഗ് ടു ഹോൾഡ് ദ ടീത്ത് ടു ദ ജോബോൺ ആൻഡ് ദ ഗം. ഓക്കെ. റൂട്ട് വരും. ദെൻ റൂട്ടാണ് ഏറ്റവും ഇന്നർ പാർട്ട് നമ്മുടെ പല്ലിനെ ഹോൾഡ് ചെയ്യുന്നത്. അതിന്റെ മുകളിലായിട്ട് വരും സിമെന്റം. സിമെന്റം എന്ന് പറയുന്ന സബ്സ്റ്റൻസും നമ്മുടെ പല്ലിനെ ജോബോണും ഗമ്മുമായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഓൾസോ ഹാർഡ് ഇൻ നേച്ചർ. സോ ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് എ ടൂത്ത്. ഓക്കെ. നമ്മുടെ ഇനാമൽ എന്ന് പറയുന്ന പോർഷൻ ആണ് ഈ വൈറ്റ് കളർ പോർഷൻ. അതായത് നമ്മുടെ പല്ലിന്റെ ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഗമ്മിന്റെ, ഇതാണ് മോണ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ. അവിടുന്ന് ഈ മേലോട്ട് കാണുന്ന ഭാഗമാണ് നിങ്ങളുടെ ക്രൗൺ എന്ന് പറയുന്ന ഏരിയ ടീത്തിന്റെ. സോ ഈ വൈറ്റ് കളർ പോർഷൻ, നിങ്ങളുടെ പല്ല് വെള്ള കളർ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനാമൽ എന്ന് പറയുന്ന ഔട്ടർ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇനാമൽ. ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്? ഡെന്റൈൻ. ഡെന്റൈൻ എന്ന് പറഞ്ഞില്ലേ നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? ക്രൗൺ പറഞ്ഞു, ദെൻ ഇനാമൽ പറഞ്ഞു, ഡെന്റൈൻ. ഡെന്റൈൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഇനാമൽ വന്ന വൈറ്റ് കളർ, ദെൻ ഡെന്റൈൻ ഇനാമലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനാമലിന്റെ അടിയിലുള്ള ഭാഗമാണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. ഇറ്റ് ഗീവ് സപ്പോർട്ട് ടു ദ ഇനാമൽ. ഓക്കെ. ദെൻ അതിനകത്തുള്ള ഭാഗമാണ് പൾപ്പ്. പൾപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് വെസലും നെർവ്സ് ഒക്കെ ഉണ്ട്. യു ക്യാൻ സീ ദ നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽ ഹിയർ. പല്ലിന്റെ പൾപ്പ് എന്ന് പറഞ്ഞ ഭാഗത്താണ് പല്ലിന്റെ ഞരമ്പുകളും ബ്ലഡ് വെസലും, നമ്മുടെ പല്ലിനുള്ള നറിഷ്മെന്റ് പോകുന്നത് ഈ ബ്ലഡ് വെസൽ വഴിയാണ്. ഈ പല്ലിനുള്ള നറിഷ്മെന്റ്സ് പോകുന്നത്, ന്യൂട്രിയൻസ് ഒക്കെ പോകുന്നത്. സോ അത് ഈ പൾപ്പിലുള്ള ബ്ലഡ് വെസൽ, യു ക്യാൻ സീ ദ ബ്ലഡ് വെസൽ ഹിയർ. ഓക്കെ. ഈ ബ്ലഡ് വെസലിൽ കൂടെയാണ് ടീത്തിനുള്ള ന്യൂട്രിയൻസ് പോകുന്നത്. സോ ദെൻ ഈ ടുഗെദർ ഇത്രയും പോർഷൻ, ക്രൗൺ, നെക്ക്, റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പോർഷനാണ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് പല്ലിനെ നമ്മുടെ ഗമ്മുമായിട്ട് കൂട്ടി പിടിച്ച് ഹോൾഡ് ചെയ്യുന്ന പോർഷനാണ് റൂട്ട് എന്ന് പറയുന്നത്. സോ ഇത്രയും പോർഷൻ, ഈ ഗമ്മിന്റെ മേലോട്ട് കാണുന്ന പോർഷനെയാണ് നമ്മൾ ടുഗെദർ ഇറ്റ് ഈസ് കോൾഡ് ക്രൗൺ. ഇത്രയും ഭാഗത്തിനെ നമ്മൾ ക്രൗൺ എന്ന് പറയും. ഈ ഭാഗം വൈറ്റ് കളർ പോർഷൻ ഇനാമൽ, ദെൻ അതിന്റെ അടിയിലായിട്ട് ഡെന്റൈൻ വരും, അതിന്റെ അകത്ത് പൾപ്പ് വരും. ദെൻ ഇവിടുന്ന് ഈ ഗമ്മുമായിട്ട് ഹോൾഡ് ചെയ്യുന്ന പോർഷനെ നമ്മൾ എന്താണ് പറയുന്നത്? റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പോർഷനാണ് ഗം. ഓക്കെ. റൂട്ട് കനാൽ. റൂട്ട് നമ്മുടെ റൂട്ടിന്റെ കനാലാണ് ഈ ഇത് കണ്ടോ? ഈ ഭാഗമാണ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് പല്ലിനെ ഗമ്മുമായിട്ട് ഹോൾഡ് ചെയ്യുന്ന പോർഷൻസ്. ഓക്കെ. സോ ഇതിനകത്ത് പൾപ്പിനകത്ത് കാണുന്ന നെർവ്സും ബ്ലഡ് വെസൽസും. ഓക്കെ. ദെൻ ഐ വിൽ ഷെയർ യു വൺ വീഡിയോ ഓൾസോ. ദെൻ യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി അബൌട്ട് ദിസ്. ഓക്കെ.
Our topic for today is structure of a tooth. Our teeth help us to grind, chew, bite, etc. Hurry up! Everybody is waiting for you. Coming. I am Mr. Tooth. I have come from Dental Town. The visible part above the gum is called the crown. While I was showering, I realized my crown has a whitish covering. It's called the enamel. It is the hardest substance in the body. You have come here to give a lecture. Let us study structure of a tooth. This is dentin. The layer below the enamel is called the dentin. It forms the bulk of the tooth. It is not as hard as the enamel. This is pulp. The soft portion inside the dentin is called the pulp. It consists of blood vessels and nerves. The entire part of the tooth which is not visible and is inside the gum is called the root. This is the structure of a tooth. Wow. Great job. Autograph, please. So children, I hope it's clear for you.